കൊച്ചിരാമ എന്നെ ഒന്ന് താഴെ ഇറക്കടാ. ദൈവമേ, ഇപ്പൊ താഴെ നിന്ന് മനുഷ്യനല്ലേ ഇത്? ഇതെങ്ങനെ കേറിയതല്ല, എന്നെ കേറ്റിയതാ. ആര്? പൃഥ്വിരാജ് എവിടെങ്കിലും മണലാരണ്യത്തിൽ ചെന്നിരുന്നുണ്ട് 10 പൈസ വാങ്ങിച്ച് ദേശദ്രോഹം നടത്തുന്നു എന്നൊന്നും പറഞ്ഞാല് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കും. നാട്ടുകാരങ്ങനെ വെറുതെ കഥകൾ പറഞ്ഞുണ്ടാക്കോ? അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും? നാറി ഒരു ഞാറ്റുകാരൻ. ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട്. അതൊന്നും വിശ്വസിക്കത്തില്ല. കാരണം പൃഥ്വിരാജിന് എന്റെ ആവശ്യമില്ല. പൃഥ്വിരാജ് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അവനൊരു ക്യാരക്ടറുള്ള മനുഷ്യനാണ്. കണ്ടിട്ട് ഒന്നിനും ഒരു കുറവും കാണുന്നില്ലല്ലോ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ധർമ്മയോട് എന്തിനാ ചെറുക്കൻ ആവശ്യമില്ലാത്ത പണിക്ക് പോണേ? അതുകൊണ്ട് പറഞ്ഞേക്കവനോട് ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ട. എന്റെ മകനായതുകൊണ്ട് പറയല്ല. അവനൊരു ക്യാരക്ടറുള്ള മനുഷ്യനാണ്. ആ ക്യാരക്ടർ ഒന്നും രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ കിടന്ന മാനമാടാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല. നീ ഞൊട്ടു. അവൻ പറഞ്ഞാൽ അതുപോലെ ചെയ്തിരിക്കും. കഴിയുമെങ്കിൽ രക്ഷപ്പെടാൻ നോക്ക്, വാശി കാണിക്കാതെ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടു, ഈ പടത്തിന്റെ പ്രധാന നടനും അന്ന് മാത്രമല്ല പ്രൊഡക്ഷനിൽ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതുമായ മോഹൻലാൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അത് ഷെയർ ചെയ്യുന്നത് മര്യാദയാണ്. പൃഥ്വിരാജ് അതിനകത്ത് എന്തെങ്കിലും വേറെ എഴുതിയിട്ടുണ്ടോ? ഇല്ല, സമ്മതിക്കില്ല. ഇത് ഞാൻ സമ്മതിക്കില്ല. ഞാനോട് തല്ലാൻ ഇതിലൊന്നും ആത്മഹത്യ ചെയ്തത് ഇവരുടെ കാര്യം ഞാനേറ്റു. അവർ ഇടുകയോ ഇടാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇവിടെ ആർക്കാണ് ഇത്ര വലിയ കുത്തിക്കടപ്പ് ഇതിനൊക്കെ? അവനവന്റെ കാര്യം നോക്കി നടന്നാ പോരെ. പൃഥ്വിരാജ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് 100% എല്ലാവർക്കും അറിയാം. ആ പടവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഞാൻ ഇറ്റ്സ് ഓക്കേ അല്ലെങ്കിലോ? ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. അതാരാ? ഈ മേജർ രവി എന്തായിരുന്നു പടം കണ്ടിറങ്ങുമ്പോ കാണിച്ചത്? എന്നെ കയറി കെട്ടിപ്പിടിക്കുന്നു, പൃഥ്വിരാജിനോട് പറഞ്ഞു ഇത് ചരിത്രമാകും മോനെ എന്ന് പറയുന്നു. ബഹളം. ചരിത്രമായിട്ട് മാറും എന്നുള്ളത് ഉറപ്പാണ്. മലയാള സിനിമയ്ക്ക് അത് അത്യാവശ്യമാണ്. പൃഥ്വിരാജ് വേറെ ലെവല്. കാരണം അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഒരു ഡയറക്ടറുടെ ഒരു ഡ്രീമാണ് ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്യാന്നുള്ളത്. പക്ഷെ അത് രാജുവിന് കിട്ടിയിട്ടുണ്ട്. എന്ന് വേണ്ട 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാറിയോ? അപ്പൊ അതുകൊണ്ട് മോഹൻലാൽ ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല. ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ല കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും, ഇദ്ദേഹം പടം കണ്ടിട്ടില്ല. വാക്കിന് നേരും നെറിയുമില്ലാത്ത കള്ളപ്പരിശ തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടുനടക്കുന്നേ? അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ്, എവിടുന്നാണ് ഇതിന്റെയൊക്കെ ഉത്ഭവം എന്നൊക്കെ ഉള്ളത് ലാലു അത്രയ്ക്ക് വിശദമായിട്ട് ഇത് പഠിക്കാനുള്ള സമയമുണ്ടോ എനിക്കറിയാം. പക്ഷെ എനിക്കറിയാം, ഞാനിതൊക്കെ അന്വേഷിക്കുന്ന ആളാണ്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെയാ. ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ടേ ഞാനത് അടയ്ക്കുന്നുള്ളൂ. മേജർ രവിക്ക് മാത്രമാണോ ഈ ദേശസ്നേഹമുള്ളത്? മേജർ രവിയുടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇങ്ങനെയുള്ള കഥകൾ പടച്ചുവിടുന്ന കമാൻഡോയ്ക്ക് ദേശത്തോടാണോ സ്നേഹം അതോ വ്യക്തിയോടാണോ സ്നേഹം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോ ഇച്ചിരി സന്തോഷായില്ലേ? ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. സീൻ നമ്പർ 1 മുതൽ വായിച്ചതിന് ശേഷമാണ് ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുന്നത്. ഒരാവർത്തിയല്ല പല ആവർത്തി. എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് ഓർഗനൈസർ എന്നും RSS എന്നൊക്കെ അങ്ങനൊന്നും പേടിപ്പിക്കാതെ മോനെ, ഇതെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയതിന്റെ ഒരു സൃഷ്ടാവ് മുകളിലിരിപ്പുണ്ട്. രാഷ്ട്രീയം ഞാൻ വെച്ചേക്കില്ലവനാ. പോയി ചത്തൂടേടാ. മോഹൻലാലെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ഇത്രയൊന്നും ഇങ്ങനെ അവന്റെ നേരെ എന്താ അറിയില്ല. കാരണം ഈ പറഞ്ഞു കൊടുക്കുന്നത് ഇതുപോലത്തെ കൂട്ടുകാരന്മാരല്ലേ. വക്ക് പൊട്ടിയ ചട്ടിയും കണ പൊട്ടിയ കയ്യിലും നല്ല കൂട്ട്, ഒന്നിനൊന്നര കൂട്ടെന്ന പോലെ. ഇങ്ങനെയൊക്കെ മോഹൻലാലിനെ കൊച്ചാക്കാമോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള്? ഇനിയിപ്പോ മേജർ രവിയിലെ ആരും ആവട്ടെ, അത് ആ മോഹൻലാലിന്റെ വ്യക്തിത്വത്തിനെ കൂടെ ബാധിക്കുന്ന കാര്യമല്ലേ. നല്ല നനവുള്ള നിലമാണെന്ന് കരുതി ഇവരൊക്കെ ആവശ്യത്തിലധികം കുഴിക്കുക. ഇങ്ങനെ പോയാൽ തറവാട് പടുകുഴിയിലായി പോവും. മേജർ രവിക്കെതിരെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. മേജർ രവി ഓന്തിനെ പോലെ നിറം മാറുന്നയാളെന്ന് ആക്ഷേപം. നീ ഞങ്ങളെ അവമാനിക്കാൻ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഈ ബ്ലഡി ഫൂളും ആയിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് അത്ര നല്ലതല്ല. ഞാൻ 2 ആളോടും കൂടിയിട്ടാ പറയുന്നത്. അനാവശ്യമായി വളരുന്ന ചില കൊമ്പുകൾ മുറിച്ചു കൊടുത്താൽ നിങ്ങളും ഇതുപോലെ നിലനിൽക്കും. മോഹൻലാലിന്റെ ഖേദപ്രകടനം
പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തെങ്കിലും മുരളി ഗോപി പാടെ അവഗണിച്ചു. സിനിമയുടെ തിരക്കഥാകൃത്തായ മുരളി ഗോപി ഇപ്പോഴും മൗനം തുടരുകയാണ്. മാപ്പ് പറയടാ. എനിക്ക് വയ്യ. അതെന്താ? എനിക്ക് വയ്യേ. അതെന്താന്നാ ഞാൻ എനിക്ക് വയ്യ. അത് തന്നെ. അല്ല പിന്നെ ഇത്ര പേർക്ക് പേടിക്കാൻ ഇവര് മാത്രം പേടിച്ചോ? മാപ്പ് പറഞ്ഞിട്ട് പോടാ. നിർത്തണം ഏരപ്പാളികളെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ല എന്റെ. മാപ്പ് ജയം പറയൂല കേട്ടാ. ഇതിനു നീ ഫൈൻ അടക്കേണ്ടി വരും. ആയിക്കോട്ടെ. അഴിയെങ്കി അഴി, കയറെങ്കി കയറ്. മാപ്പ് ജയം പറയൂല. ദൈവമേ, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. It's like a case that is closed, but will never close. ഈ നിമിഷം മുതൽ നമ്മുടെ അടുത്ത വരവിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് തന്നെയല്ലേ അയാൾക്കുള്ള ശിക്ഷയും.